ആരോ നടന്നു വരുന്ന സൗണ്ട് കേട്ടില്ലേ നമ്മൾ? ഇതിന്റെ ഉള്ളിൽ ആരോ നടന്നു വരുന്നുണ്ട്. എന്നാ അങ്ങനെ ഫസ്റ്റ് എന്നെ പിടിക്കണ്ട, ഇങ്ങളെ പിടിച്ചോട്ടെ, ഞാൻ ബേക്കിൽ നിൽക്കാം. ഇതായിരുന്നോ ഇങ്ങളെ ബഹളം കേട്ടിട്ട് ഞാൻ വിചാരിച്ചു വേറെന്തോ ആണെന്ന്. എടാ, രണ്ടുപേരും കൂടി എന്റെ വായി ഇങ്ങനെ നോക്കി നിൽക്കില്ല, അങ്ങോട്ട് നോക്ക്. ആരോ നടക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അയാൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരും. നേരത്തെ കത്രികയും ബോട്ടിലും ഒക്കെ തനിയെ ഇങ്ങനെ പോകുന്നത് നമ്മൾ കണ്ടില്ലേ? അപ്പോഴൊന്നും ഒരു സൗണ്ടും ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ആരോ നടക്കുന്ന സൗണ്ടാണ് നമ്മൾ കേട്ടത്. അത് ആരായിരിക്കും? ആരോ. അയ്യോ, ആ സൗണ്ട് ഇങ്ങോട്ട് അടുത്തടുത്ത് വരുന്നുണ്ടല്ലോ. എടാ, എന്താടാ ചെയ്യാ? അത് ചിലപ്പോൾ മാഷായിരിക്കുമോ? മാഷാണെങ്കിൽ നമ്മളെ വഴക്ക് പറഞ്ഞു പറഞ്ഞു കൊല്ലും. അത് തന്നെ, ഇതിന്റെ ഉള്ളിൽ കുട്ടികളൊന്നും കയറരുതെന്ന് മാഷ് പലതവണ പറഞ്ഞതാണ്. അല്ല, ഈ വലിയ ആളുകൾ കയറരുതെന്ന് പറഞ്ഞിനോ? ഇല്ല. എന്നാൽ ഞാൻ രക്ഷപ്പെട്ട്. എന്നെ ആരും വഴക്ക് പറയില്ല. അതിന് മാഷാണെന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞില്ലല്ലോ. നേരത്തെ കണ്ടതുപോലെ തന്നെ വല്ല പ്രേതവുമാണെങ്കിലോ? നേരത്തെ നിങ്ങൾ കണ്ടതല്ലേ കത്രിക തനിയെ നമ്മളെ കുത്താനൊക്കെ വന്നത്? അപ്പോൾ പിന്നെ അത് പ്രേതമുള്ളത് കൊണ്ടല്ലേ അങ്ങനെ വന്നത്? അപ്പോൾ ആ പ്രേതത്തിന്റെ ആയിരിക്കില്ലേ ചിലപ്പോൾ നമ്മളിപ്പോൾ നടന്നു വരുന്ന സൗണ്ട് കേൾക്കുന്നത്? സൗണ്ട് എടുക്കാണ്ട് രണ്ടുപേരും ഒന്ന് നിൽക്കുമോ? നമ്മൾ ശരിക്കും പെട്ടു. നമുക്കിനി എങ്ങോട്ട് മൂടി രക്ഷപ്പെടാൻ പറ്റില്ല. ആര് വരുന്നതാണെങ്കിലും അയാൾ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ആ സൗണ്ട് ഇങ്ങോട്ടെത്തി. ആരും ശബ്ദമുണ്ടാക്കരുത്. കണ്ടല്ലോ, ഇവളാ? എടാ, ഇത് തവളയല്ലേ? തവളയാ? അല്ല, ഇത് അവളല്ലേ? എടി തുളസി, നീയാണ് ഞങ്ങൾ ഇത്രയും സമയം പേടിപ്പിച്ചത്. പേടിപ്പിച്ചതാ ഞാനാ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? വേറൊന്നും പറഞ്ഞിട്ടില്ല, പേടിപ്പിച്ചതാ പറഞ്ഞിക്കുള്ളൂ. അതിന് ഞാൻ നിങ്ങളെ പേടിപ്പിച്ചിട്ടൊന്നുമില്ല. എടി, കളവ് പറയരുത്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? കളവ് പറയരുത് എന്ന്. സത്യമായിട്ടും ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കേ. ഞാൻ നിങ്ങളെ പേടിപ്പിച്ചിട്ടില്ല. പിന്നെ നീ അല്ലാണ്ട് വേറെ ആരാ? ഇതിന്റെ ഉള്ളിൽ വേറെ ആരുമില്ല. ഇവർ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. എടാ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇതിന്റെ ഉള്ളിൽ വേറെ ആരുമില്ലാന്ന്. അല്ല, ഇങ്ങളെന്നാ കുറെ സമയമായില്ല അങ്ങ് കൊമ്പത്ത് കയറി നിന്നിട്ട് പ്രസംഗിക്കുന്നേ. ഞാനാ? അല്ല, ഇങ്ങളെ പ്രേതം. കുറെ സമയമായി ഞങ്ങൾ എന്ത് പറയുമ്പോൾ അത് ഏറ്റു പറയുന്നേ. നിങ്ങളെന്താ എക്കോയാ? അല്ല. എന്നാൽ ബായ് ബൂട്ടി നിൽക്ക്. നിങ്ങൾ എന്നാ പറഞ്ഞത്? അത് ബായ് ബൂട്ടി നിൽക്കാനേ. ഇങ്ങൾ ഞാൻ ഇന്ന് അടിച്ചു കൊല്ലും. അടിച്ചു കൊല്ലുമെന്നാ? അടിച്ചു കൊല്ലാൻ ഞാൻ എന്താ കൊതുക? നിങ്ങൾ കൊതുകല്ല, അതിനെ കാട്ടപ്പറ. അതിനെ കാട്ടപ്പറ അതെന്തെന്നാ? ഈച്ചയായിരിക്കുംല്ലേ? ഈച്ചയാ? ഞാനാ? ഇവറ ഞാനിന്ന്. എടാ സൽമാനെ, നീ ഇവിടുന്ന് പ്രശ്നം ഉണ്ടാക്കി നിൽക്കുന്ന. നമുക്ക് ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കാം. എടി തുളസി, നീ സത്യം പറ, നീ നേരത്തെ ഇതിന്റെ ഉള്ളിലുണ്ടോ? ഞാനാ? നീ തന്നെ. നിങ്ങൾ മിണ്ടറ, നിങ്ങളോട് ആരും ചോദിച്ചിട്ടില്ല. ഇല്ല, ഞാൻ ഇപ്പോൾ വന്നതാണ്. സത്യമാണോ? സത്യമാണ്. ഞാൻ നിങ്ങളെ കാണാനിട്ട് ഇവിടെ തിരക്കി വന്നതാണ്. എടാ, അപ്പോൾ ഇവളല്ലടാ നേരത്തെ നമ്മളെ പേടിപ്പിച്ചത്? ഇവളല്ല. ഇതിന്റെ ഉള്ളിൽ ശരിക്കും എന്തോ ഒന്നുണ്ട്. എന്ത്? എന്തോ ഒന്നുണ്ടെന്ന്. എന്ത്? ഒന്നുമില്ല. ഒരു നോട്ടോ കടലാസോ ഒന്നും കാണുന്നില്ലല്ലോ. ഈ റൂം കാണുമ്പോൾ എന്തോ ഒരു പേടി പോലെ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇതെന്നാ? അയ്യോ, ഇതിനെയൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാകുന്നു. അതിന്റെ അപ്പുറം വേറെ സാധനവും ഉണ്ടല്ലോ. ഈ ക്ലാസ് മുഴുവനും ഇങ്ങനത്തെ സാധനങ്ങളേ ഉള്ളൂ എന്നാ തോന്നുന്നത്. ഇതൊക്കെ കണ്ടാൽ ആരായാലും പേടിച്ചു പോകും. ശരിക്കും ഇത് കണ്ടാൽ പേടിക്കുകയൊന്നും വേണ്ട. ഇത് വെറും മസ്തിക്കുടമല്ലേ? പക്ഷേ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ പേടിച്ചു പോയി. അവിടെയും മസ്തിക്കുടമുണ്ടല്ലോ. ഇതൊക്കെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി കൊണ്ടുവച്ചതല്ലേ? എന്തായാലും ഈ റൂമിൽ അധികം നിൽക്കണ്ട. ചിലപ്പോൾ ഓരോന്ന് കണ്ട് പേടിച്ച് മൂത്രം ഒഴിച്ചു പോകും. വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടാം, അതാ നല്ലത്. ഒരൊറ്റ കടലാസം പെന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ ഈ അസ്ഥിക്കുടവും എടുത്ത് അവരുടെ അടുത്തേക്ക് പോകാം. ഈ മനുഷ്യന്റെ അസ്ഥിക്കുടം കണ്ടാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാകും ഇവിടെ ഒരു മനുഷ്യനുണ്ടെന്ന്. അങ്ങനെയെങ്കിലും അവരെന്നെ കണ്ടുപിടിച്ചൊന്ന് രക്ഷപ്പെടുത്തിയാൽ മതിയായിരുന്നു. എന്തായാലും ഇത് നല്ലൊരു ഐഡിയ ആണ്. ഈ അസ്ഥിക്കുടം എടുത്തിട്ട് അവരുടെ അടുത്തേക്ക് തന്നെ പോകാം. ഇത് കാണും പോലെ അല്ലാലോ, നല്ല വെയിറ്റ് ഉണ്ട്. ഇത് ഇവിടെ തന്നെ വെക്കാം, അതാ നല്ലത്. അവിടെയുണ്ട് വേറെ അസ്ഥിക്കുടം, അതെടുക്കാം. എന്നിട്ട് ആ ഇക്രവിന്റെയും സൽമാന്റെയും അടുത്ത് പോകാം. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ പറഞ്ഞത് സത്യമാടി. എന്നാലും ഈ കത്രികയും ബോട്ടിലും ഒക്കെ തനിയെ
പോട്. ഞാൻ ഒറ്റക്കാ. നീ ഇതിന്റെ ഉള്ളിൽ എത്ര ആളെയും കൂട്ടിയിട്ടാണ് വന്നത്? ഞാൻ ആരെയും കൂട്ടിയില്ല, ഒറ്റയ്ക്ക് വന്നത്. ആ, അതുപോലെ ഒറ്റയ്ക്ക് തന്നെ തിരിച്ചു പോട്. ഞാൻ ഒറ്റയ്ക്ക് പോകുമായിരുന്നു, പക്ഷേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു പേടി പോലെ. നിനക്ക് ഞങ്ങൾ പറഞ്ഞിട്ട് വിശ്വാസമായില്ലല്ലോ, പിന്നെന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? എന്നാലും എന്തോ ഒരു പേടി. എന്തോ ഒരു പേടിയല്ല അത് പേടിയുടെ പേടിയാണ്. എന്ത്? അത് നിനക്ക് പേടിച്ചിട്ടാണ് ഈ പേടി വരുന്നത്. പിന്നെ പേടിക്കാണ്ട് പേടി വരുമോ? നിങ്ങൾ എന്ത് മണ്ടത്തര പറയുന്നത്? ഇത് മണ്ടത്തരല്ലോ. അല്ല, പൊട്ടത്തരം. എന്തായാലും ഈ തുളസിയെ നമ്മുടെ കൂടെ പെട്ടു. ഇനിയും ഓരോരുത്തർ നമ്മളെ അന്വേഷിച്ച് ഇവിടെ വരും മുന്നേ നമുക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടണം. നമുക്ക് ഇവിടെ നിന്നും വേഗം പുറത്തിറങ്ങാം. എന്നാൽ നടക്ക്. അല്ലടാ, നിങ്ങൾ പറഞ്ഞതുപോലെ ബോട്ടിലും കത്രികയും ഒക്കെ ഇനിയും വരുമോ? വരുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വരുമായിരിക്കും, അല്ലെങ്കിൽ ഇല്ലായിരിക്കും. എന്തായാലും സാരമില്ല, ചെറിയ ബോട്ടിലും കത്രികയും ഒക്കെ അല്ലേ, അല്ലാതെ വലിയ സാധനങ്ങളൊന്നുമല്ലല്ലോ. അത് തന്നെ, ഈ ബോട്ടിലൊക്കെ ചെറിയ സാധനമല്ലേ. പക്ഷേ ഈ വലിയ പാറക്കല്ലൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നത് ആലോചിച്ചു നോക്ക്. അയ്യോ, അത് പാറക്കല്ല് പൊന്തി വരുന്നത് ആലോചിച്ച് നോക്കിയതാണ് ഞാൻ. അത് ആലോചിച്ച് നോക്കുമ്പോൾ മനുഷ്യന് പേടിയാകുന്നു. ഒരൊറ്റ ചവിട്ടങ്ങ് തരും. അതെന്തിന്? മനുഷ്യൻ പേടിച്ചു പോയി. നിങ്ങളും പേടിച്ചു പോയിക്കാ, ഞാനും പേടിച്ചു പോയിക്ക്. നിങ്ങൾ രണ്ടുപേരും ഒന്ന് ബായ് പൂട്ടി നിൽക്ക്. ഇവിടെ ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ നമുക്ക് പുറത്തു പോകുവാൻ പറ്റില്ല. വാ, നമുക്ക് അതിനുള്ള വഴി നോക്കാം. ആദ്യം നീ ഇവരോട് ബായ് പൂട്ടി നിൽക്കാൻ പറ. അതെന്തിനാ ബായ് പൂട്ടുന്നത്? ഈച്ച കയറുന്നതിനാ? അല്ല, പൂച്ച കയറുന്നതിന്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഒന്ന് നിർത്തട സൽമാനെ. നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ വഴക്ക് കൂടിയാൽ നമുക്ക് പുറത്തു പോകാൻ പറ്റില്ല. ഇത് നമ്മുടെ വീടല്ല, സ്കൂളാണ്. സ്റ്റൂളാ? സ്റ്റൂളല്ല, സ്കൂള്. സ്കൂളില്ലേ? ടീച്ചേഴ്സ് ഒക്കെ വന്ന് ചിലപ്പോൾ ഈ ലാബും പൂട്ടി അവരുടെ വീട്ടിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഈ ലാബിൽ നിന്നും പുറത്തു പോകാൻ പറ്റാതെ ഇവിടെ തന്നെയാകും. ഇവിടെ തന്നെയാ? അതിനിങ്ങനെ അളരണ്ട. ഇവിടെ തന്നെ ആയി പോകുമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഇവിടെ തന്നെ ആയിട്ടില്ലല്ലോ. എല്ലാവരും വാ, നമുക്ക് പുറത്തു പോകാനുള്ള വഴി നോക്കാം. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. എടി തുളസി, നീ അവിടെ നോക്ക്. അവിടെ അതാ പല്ലി. പല്ലിയാ? അതിനെന്താ? അല്ല, നീയല്ല പറഞ്ഞത് ആരെയും കാണുന്നില്ലല്ലോന്ന്, അതുകൊണ്ട് ഞാൻ നിനക്ക് പല്ലിയെ കാണിച്ചു തന്നതാ. ഇവർ ഇതെന്തൊക്കെയാ പറയുന്നത്? അവരല്ലേ അത്? വേഗം അവരെടുത്ത് ചെല്ലാം ഇതും കൊണ്ട്. ഇതിനെ കൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെയെങ്കിലും കാണിച്ച് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് വേണം ഞാൻ ഈ അദൃശ്യനായി നിൽക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുവാൻ. ഇവർ ഇതെന്തൊക്കെയാ പറയുന്നത്? എന്നാൽ ഞാനൊന്നും ഇനി പറയുന്നില്ല. അയ്യോ, അസ്ഥിക്കുടം തനിയെ നടന്നു വരുന്നേ. കുഞ്ഞാവിത്ത, ഇങ്ങനെ അരളല്ല. അല്ല, അളരല്ല. അയ്യോ, ഇവർ ഈ അസ്ഥിക്കുടം കണ്ടിട്ട് പേടിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഞാൻ ഇൻവിസിബിൾ ആയതുകൊണ്ട് ഇവർക്ക് എന്നെ കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അസ്ഥിക്കുടം തനിയെ നടന്നു വരുന്നത് പോലെ തന്നെ ഉണ്ടാകും. ഇനിയിപ്പോൾ ഈ അസ്ഥിക്കുടത്തെ കണ്ട് ഇവർ പേടിച്ചോടുമോ? അയ്യോ, അങ്ങനെ പേടിച്ചോടിയാൽ പിന്നെ എന്നെ സഹായിക്കുവാൻ ആരും ഉണ്ടാകില്ല. എങ്ങനെയെങ്കിലും ഞാൻ ഇൻവിസിബിൾ ആയ കാര്യം ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഈ അസ്ഥിക്കുടത്തിനെ കൊണ്ട് എന്നെ രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേഗം ഏതെങ്കിലും ഒരു കടലാസിൽ എന്റെ പ്രശ്നം എഴുതിയിട്ട് ഇവരുടെ കയ്യിൽ കൊടുക്കണം, അല്ലാതെ വേറൊരു വഴിയും ഞാൻ കാണുന്നില്ല. വേഗം പോയിട്ട് കടലാസ് സംഘടിപ്പിക്കാം. എടാ, ഇതെന്താടാ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്? എന്നാൽ നിങ്ങൾ പോയിട്ട് ഒരു സോഫയും എടുത്തിട്ട് വാ. സോഫയാ? അതെന്തിനാ? അല്ല, ഇങ്ങക്കല്ലേ അതവിടെ ഇങ്ങനെ നിന്നിട്ട് പ്രശ്നം, അതിന്റെ കൂടെ ഇരിക്കാൻ പറയുവാനാ. എന്നാലും അതെങ്ങനെയാ തനിയെ ഇങ്ങോട്ട് വന്നത്? അതന്നെ, തനിയെ വരികയും ചെയ്തു, നമ്മളെ കണ്ടപ്പോൾ അവിടെ തന്നെ നിൽക്കുകയും ചെയ്തു. എന്നാ ഇതിന്റെയൊക്കെ കാരണം? അതന്നെ. എന്നാലും എന്തായിരിക്കും ശരിക്കും സംഭവിക്കുന്നത്? അതന്നെ. എടി തുളസി, നീ ഒന്ന് വായും പൂട്ടി നിന്നേ. നീ വായും പൊളിഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഞാനും വായും പൊളിഞ്ഞു നിൽക്കും. എടാ നോക്കിയേ, അത് ചെറുതായിട്ട് ചെരിഞ്ഞതുപോലെ ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. അയ്യോ, ഇതെന്തിനാ ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നത്? അതിന് നേരെ നിൽക്കുമ്പോൾ കാല് വേദനിച്ചിട്ടാകും. ഇങ്ങനെ ബായം പൊട്ടി നിൽക്ക് കുഞ്ഞാമിത്ത. അയ്യോ, അത് പിന്നെയും ചെരിഞ്ഞു. ഇതെന്തൊക്കെയാ സംഭവിക്കുന്നത്? അതാണ് ചെരിഞ്ഞു പോകുന്നത്, നീ കാണുന്നില്ലേ? അത് വീണതായിരുന്നോ? അയ്യോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? അത് ഇടിഞ്ഞു വീണതല്ലേ? ഇങ്ങനെ ബായം പൊട്ടി നിൽക്കണ്ടേ? കുറെ സമയമായി കൊക്കോ കൊക്കോ എന്ന് പറയുന്നേ. അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എടാ സുലൈമാനെ, അത് ശരിക്കും ഇടിഞ്ഞു വീണത് തന്നെയല്ലേ? ഇടിഞ്ഞു വീണതൊക്കെ തന്നെ,
പക്ഷേ അതെങ്ങനെയാണ് ഇവിടെ എത്തിയത്? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഓ അങ്ങനെ. ഇനി ചിലപ്പോൾ ഇത് വല്ല കാറ്റത്തും പറന്നു വന്നതായിരിക്കുമോ? കാറ്റത്ത് പറന്നു വരാൻ ഇതെന്താ കടലാസാ? കുറെ സമയമായി എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. അത് തന്നെ, ഇങ്ങക്കൊന്ന് വായും പോട്ട് നിന്നൂടെ കുഞ്ഞാമിത്ത? എടാ, ഞാനൊരു ഡോട്ട് ചോദിച്ചതല്ലേ? ഡോട്ടല്ല, ഡൗട്ട്. ആ അത് തന്നെ. ഭാഗ്യത്തിനൊരു കടലാസും പെയിന്റും കിട്ടിയത് കൊണ്ട് ഇതിലെന്തൊക്കെ എഴുതുവാൻ പറ്റി. ഇത് വേഗം ഇനി അവരുടെ കയ്യിലേക്ക് കൊടുക്കണം. ഇത് കണ്ട് വായിച്ചാൽ അവർക്ക് എന്നെ രക്ഷിക്കുവാൻ പറ്റുമായിരിക്കും. ആ അസ്ഥിക്കുടത്തിനെ കണ്ടിട്ട് ഇനി ചിലപ്പോൾ അവർ പേടിച്ചോടിക്കാണുമോ? അയ്യോ, അങ്ങനെ സംഭവിച്ചാൽ എന്റെ കാര്യം പോക്കാം. വേഗം അവരുടെ അടുത്തേക്ക് പോയേക്കാം. എടാ ഇക്രു, നമ്മൾ ഇവിടെ ഇങ്ങനെ നിന്നിട്ടെന്താ? നമുക്ക് മെല്ലെ മെല്ലെ പിറകോട്ട് പോകാം. അത് തന്നെയാണ് ഞാനും പറയാൻ പോകുന്നത്. അയ്യോ, അത് നോക്ക്. എന്റെ അല്ലോ, കള്ളാസ് തനിയെ നടന്നു വരുന്നു. കള്ളാസ് അല്ല കുഞ്ഞാമിത്ത, കടലാസ്. അയ്യോ, ആ കടലാസ് ഇങ്ങോട്ടേക്കാണല്ലോ വരുന്നത്. ആരും ഓടരുത്, ഇവിടെ തന്നെ നിൽക്ക്. വെറും കടലാസാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അതെന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാലോ. ഞാൻ ഇത്രയും അടുത്ത് വന്ന് ഇവർ പേടിച്ചോടുന്നില്ലല്ലോ. രക്ഷപ്പെട്ടു. ഈ കടലാസ് ഇവിടെ വെക്കാം, അവർ എടുത്ത് വായിക്കട്ടെ. നോക്കിയേ, അത് താഴോട്ട് വീണു. അതെടുക്കടാ, അതിലെന്തോ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നത്. എനിക്ക് പേടിയാകുന്നു. പേടിക്കാനൊന്നുമില്ലടാ. എന്നാൽ നീ എടുക്ക്. എനിക്ക് പേടിയാകുന്നുണ്ട്. ഓ, ഈ ചെറിയ കടലാസിനാണ് നിങ്ങൾ പേടിക്കുന്നത്? പേടിക്കാണ്ട് രണ്ടാളും കൂടി അങ്ങ് എടുക്ക്. എന്നാൽ പിന്നെ നിങ്ങൾ എടുക്ക്. ഞാൻ ഇങ്ങനത്തെ വേസ്റ്റ് കടലാസ് ഒന്നും എടുക്കില്ല. ആരെങ്കിലും ഒന്ന് എടുക്ക് പ്ലീസ്. തർക്കം വേണ്ട, ഞാൻ എടുക്കാം. സമാധാനമായി, അവർ എടുത്തല്ലോ. എടാ, ഇതിൽ എഴുതിയത് നോക്കിയേ. എടാ, നമ്മൾ വിചാരിക്കും പോലെ ഇവിടെ പ്രേതമൊന്നുമില്ല. ഇവളിതെന്തൊക്കെയാ പറയുന്നത്? ഒന്ന് തെളിച്ചു പറ തുളസി. ഇത് നോക്ക്, ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? എന്താ? നീ വായിക്ക്. ഞാൻ പാച്ചുവാണ്. നീ തുളസിയല്ലേ? എന്റെ കുഞ്ഞാമിത്ത, ഞാൻ ഇതിൽ എഴുതിയതാണ് വായിക്കുന്നത്. ഓ അങ്ങനെ, എന്നാൽ നീ വായിക്ക്. ഞാൻ പാച്ചുവാണ്. നിങ്ങൾ വിചാരിക്കും പോലെ പ്രേതമല്ല. ഞാൻ അറിയാതെ ഈ ലാബിൽ നിന്നും ഒരു മരുന്നെടുത്ത് കുടിച്ചു. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇൻവിസിബിൾ ആയിട്ടുള്ളത്. അയ്യോ, എന്നിട്ട് എന്നെ ഇപ്പോൾ ആർക്കും കാണാൻ പറ്റില്ല. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ പ്ലീസ്. ഞാൻ നിങ്ങളുടെ തൊട്ട് മുന്നിൽ തന്നെയുണ്ട്. എവിടെ? എടാ പാച്ചു, എന്നെ വിളിച്ചിട്ടുണ്ടാ? ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. എവിടെയാടാ നീ? നിന്നെ കാണുന്നില്ലല്ലോ. അത് തന്നെയല്ലേ പറഞ്ഞത്, അവനെ കാണാൻ പറ്റില്ല. അവൻ ഇൻവിസിബിൾ ആയിട്ടാണുള്ളത്. അതെന്ത് ബിളിബിളാ? ബിളിബിളല്ല, ഇൻവിസിബിൾ. എടാ, അവൻ നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. പക്ഷേ അവനെ നമുക്ക് കാണുവാനോ അവൻ പറയുന്നത് കേൾക്കുവാനോ നമുക്ക് പറ്റുന്നില്ലല്ലോ. ഇനി എന്നാ ചെയ്യാ? എടാ പാച്ചു, നീ ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നിന്നെ സഹായിക്കാൻ പറ്റുമോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. എന്നാലും ഞങ്ങൾ ശ്രമിച്ചു നോക്കാം. നീ ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോടാ പാച്ചു? ഉണ്ട്, പക്ഷേ അത് നിങ്ങൾ എങ്ങനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കും? എടാ പാച്ചു, ഞങ്ങൾ പറയുന്നത് നീ കേൾക്കുന്നുണ്ടെങ്കിൽ ദാ ഈ പേപ്പർ എന്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിക്കേ. എടാ നോക്ക്, ആ പേപ്പർ അവൻ വാങ്ങിച്ചു. നോക്ക്, അപ്പോൾ പാച്ചു ഇവിടെയാണുള്ളത്. എടാ ഇക്രു, എങ്ങനെ ഇവനെ ഒന്ന് സഹായിക്കുക? എടാ പാച്ചു, നീ ഏത് മരുന്നാണ് കുടിച്ചത്? അതൊന്ന് കാണിച്ചതാ. നോക്ക്, ആ കടലാസ് അങ്ങോട്ട് നീങ്ങുന്നുണ്ട്. അത് പാച്ചു നമുക്ക് മരുന്ന് കാണിച്ചു തരാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നതാണ്. എന്നാൽ വേഗം വാ, നമുക്കും ആ കടലാസിന്റെ പിറകെ തന്നെ പോകാം. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. ഇനി ഒരിക്കലും എനിക്ക് പണ്ടത്തെ പാച്ചുവായി മാറാൻ പറ്റിയില്ലെങ്കിലോ? അയ്യോ. എടാ, ആ കടലാസ് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. എടാ പാച്ചു, നീ എന്താ കുടിച്ച സാധനം കാണിച്ചു തരാത്തത്? അവർക്ക് ഞാൻ കുടിച്ച സാധനം കാണിച്ചു കൊടുക്കാം. എടാ സുലൈമാനെ, സൽമാൻ. ആ സൽമാനെ, നീ ഇത് നോക്കിയേ. എന്ത്? ഇവിടെ മുഴുവനും മരുന്നുകളാടാ. അതിനെന്താ? എടാ, നീ പോയിട്ട് കുറച്ച് മരുന്നെല്ലാം എടുക്ക്, നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാലോ. വീട്ടിൽ കൊണ്ടുപോകാൻ ഇതെന്താ ബേക്കറിയാ? മരുന്നാണിത്, മരുന്ന്. അല്ലടാ, ഈ ജലദോഷം വന്നാൽ കുറച്ച് ചായ കൊടുക്ക്. ആർക്ക്? ജലദോഷത്തിന് തന്നെ. ജലദോഷം വന്നാൽ കുടിക്കാൻ മരുന്ന് പോലും. ജലദോഷം വന്നാൽ കിട്ടിയ മരുന്നെടുത്തിട്ടല്ല കുടിക്കേണ്ടത്, ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം. അല്ലാണ്ട് ഇവിടുന്ന് കിട്ടിയ മരുന്നെടുത്ത് കുടിക്കുകയല്ല വേണ്ടത്. ഓ, നിങ്ങൾ രണ്ടുപേരും ഒന്ന് മിണ്ടാണ്ട് നിൽക്കുമോ? നോക്ക്, ആ ടോണിയുടെ കയ്യിലുണ്ട് അവൻ കുടിച്ച ആ മരുന്ന്. അപ്പോൾ ഇത് കഴിച്ചിട്ടാണ് ഇവൻ ഇൻവിസിബിൾ ആയത്. ആ, ഇതായിരിക്കും ആ സാധനം.
എടാ ഇക്രു, ഇതെന്ത് സാധനമാടാ? ആ, എനിക്കറിയില്ല. എടാ, ഇത് കുടിച്ച് ഇൻവിസിബിൾ ആയ ആളെ എങ്ങനെയാണ് നോർമൽ ആക്കുക? എനിക്കറിയില്ലടാ. അപ്പോൾ എന്നെ രക്ഷിക്കുവാൻ ഇവർക്ക് പറ്റില്ലല്ലേ? എടാ, ഇനി എന്നാ ചെയ്യാ? നീ എന്താണ് ആലോചിക്കുന്നത്? അല്ലടാ, നമ്മളിപ്പോൾ എന്താ പഠിക്കുന്നത്? അപ്പോൾ നിനക്കറിയില്ലേ നീ എന്നാ പഠിക്കുന്നതെന്ന്? വീട്ടിലെത്തട്ടെ, ഞാൻ രമണിയോട് പറയുന്നുണ്ട് അവനെന്നാ പഠിക്കുന്നതെന്ന് അവന് തന്നെ അറിയില്ലെന്ന്. ഓ എന്റെ ഞാൻ അതൊന്നുമല്ല പറയുന്നത്. പിന്നെ നീ എന്താ പറഞ്ഞത്? ഞങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇൻവിസിബിൾ ആക്കുന്നതിനെ പറ്റിയാണ്. ആ, പറയുമല്ലോ, അത് ശരിയാണല്ലോ. നമ്മൾ അതല്ലേ ഇപ്പോൾ പഠിക്കുന്നത്. അതിലുണ്ടാകും ഈ ഇൻവിസിബിൾ ആകുന്ന ലിക്വിഡിനെ പറ്റിയും അത് റെഡിയാക്കുവാനുള്ള ലിക്വിഡിനെ പറ്റിയുമുള്ള വിവരങ്ങൾ. അവരുടെ ബുക്കിൽ ഉണ്ടായാൽ മതിയായിരുന്നു. എന്നാൽ വേഗം ചെന്ന് നോക്കേ എന്താ ചെയ്യേണ്ടതെന്ന്. അതിലുണ്ടായാൽ മതിയായിരുന്നു. അതുതന്നെ, പാവം പാച്ചു പേടിച്ചിരിക്കുന്നുണ്ടാകും. എന്നാലും ഈ ലിക്വിഡ് കുടിച്ചിട്ടാണ് അവൻ ഇൻവിസിബിൾ ആയതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കും വിശ്വസിക്കാനാകുന്നില്ല. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം. എന്ത് കാര്യം? നീ ഇത് കുടിച്ചു നോക്ക്, നീയും ഇൻവിസിബിൾ ആകുന്നുണ്ടെന്ന് നമുക്ക് നോക്കാലോ. അയ്യടാ അമ്പട പുൾസു, അങ്ങനെ എന്നെ ഇൻവിസിബിൾ ആക്കണ്ട. നിങ്ങൾ വേണമെങ്കിൽ കുടിച്ചോ. അപ്പോൾ ഞാൻ കുടിച്ചാൽ ഞാൻ ഇൻവിസിബിൾ ആക്കില്ലേ? ഞാൻ കുടിച്ചാൽ ഞാനും ആകും. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഈ തുളസിക്ക് കൊടുക്ക്. എന്ത്? എങ്ങനെ? അല്ല, നീ ഇത് കുടിച്ചാൽ ഇൻവിസിബിൾ ആകുമോ എന്ന് നമുക്ക് നോക്കാലോ. അങ്ങനെ ഞാൻ കുടിച്ചിട്ട് നിങ്ങൾ ഇൻവിസിബിൾ ആകുന്നുണ്ടോ എന്ന് നോക്കണ്ട. വേണമെങ്കിൽ നിങ്ങൾ തന്നെ കുടിച്ചോ. ആഹാ, ഞാൻ കുടിക്കില്ല. അതുപോലെ തന്നെ ഞങ്ങളും കുടിക്കില്ല. വലിയ ജാടക്കാരി. എടാ കിട്ടിയടാ, കിട്ടി. എടാ കിട്ടിയടാ, കിട്ടി. അതിന് നിന്റെ എന്താടാ കാണാതെയായി പോയത്? ഓ എന്റെ കാണാതായി പോയ സാധനമൊന്നുമല്ല. ഈ ഇൻവിസിബിൾ ആയത് റെഡിയാക്കുവാനുള്ള മരുന്നിന്റെ പേര് കിട്ടിയെന്നാ പറഞ്ഞത്. കിട്ടിയോ? ഓ, അത് കിട്ടിയല്ലോ, സദാമനമായി. എന്ത്? അല്ല, സമാധാനമായി. എന്നാൽ വേഗം വന്നിട്ട് നോക്കടാ, ആ പറയുന്ന സാധനം ഇവിടെ ഉണ്ടോ എന്ന്. വേഗം നോക്ക്, വേഗം നോക്ക്. നോക്കാം. അത് കിട്ടിയിട്ട് എങ്ങനെയെങ്കിലും ആ പൂച്ചയെ രക്ഷപ്പെടുത്തിയാൽ മതിയായിരുന്നു. പൂച്ചയല്ല കുഞ്ഞാമിത്ത, പാച്ചു. എന്തായാലും എന്താ, രണ്ടിനും ഒരേ അസ്കരമാല തന്നെയല്ലേ? അസ്കരമാല അല്ല കുഞ്ഞാമിത്ത, അക്ഷരമാല. നിങ്ങൾ രണ്ടുപേരും എന്താ എന്റെ തെറ്റുകൾ തിരുത്തി കളിക്കുകയാ? ഇതാ കിട്ടി. എന്നാൽ വേഗം അത് പാച്ചുവിന് കൊടുക്ക്. എടാ പാച്ചു, നീ എവിടെയാടാ? ഇത് കുടിക്ക്. എടാ സൽമാനെ, ഇതെങ്ങനെയാടാ അവന് കൊടുക്കുക? നീ അത് അവിടെ വെക്ക്, അവൻ എടുത്ത് കുടിക്കും. എടാ പാച്ചു, വേഗം അതെടുത്ത് കുടിക്ക്. ദേ നോക്ക്, അവൻ കുടിക്കുന്നേ. നോക്കിയേ, പാച്ചു വന്നു. എന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആടാ, നിന്നെ കാണാൻ പറ്റുന്നുണ്ട്. എടാ സൽമാനെ, ഇക്രു, തുളസി, എല്ലാവർക്കും താങ്ക്സ് ഡാ. എന്റെ പേര് മാത്രം പറഞ്ഞിട്ടില്ല. നിങ്ങൾ വന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ രക്ഷപ്പെട്ടത്. ഈ ചെറുക്കൻ എന്നെ കാണുന്നില്ലേ? എന്തായാലും നീ രക്ഷപ്പെട്ടല്ലോ, അത് മതി. എടാ, നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാൽ മതിയാകില്ല. അതൊക്കെ പിന്നെ പറയാം. എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് പുറത്തു പോകാനുള്ള വഴി നോക്കാം. അത് തന്നെ, സാറിന് ഈ കാര്യമൊക്കെ അറിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നമാകുമെന്ന് പറയാൻ പറ്റില്ല. അയ്യോ, ദയവ് ചെയ്ത് ഈ കാര്യമൊന്നും നിങ്ങൾ സാറോട് പറഞ്ഞേക്കില്ലേ, പിന്നെ എന്റെ കാര്യം പോക്കാ. ഞങ്ങൾ പറയില്ല, ഇനി നീയായിട്ട് പറയാതിരുന്നാൽ മതി. ഞാൻ ഈ കാര്യം ആരോടും പറയില്ല. എന്തായാലും ഈ കാര്യം ഞാൻ ഒരിക്കലും മറക്കില്ല. നിങ്ങൾ എന്നെ രക്ഷിച്ചത് ഞങ്ങൾ ഞങ്ങളുടെ കടമ ചെയ്തു, അത്രമാത്രം. എന്തായാലും ഇക്രു, സൽമാനെ, തുളസി, നിങ്ങൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണിപ്പോൾ. അപ്പോൾ ഈ ഞാനോ? എന്നെ ഈ ചെറുക്കൻ ഇവിടെ കാണുന്നില്ലേ? എന്തായാലും നിങ്ങൾക്ക് 3 പേർക്ക് ഞാനൊരു ഗിഫ്റ്റ് തരുന്നുണ്ട്. അതൊക്കെ എന്തിനാടാ? നിങ്ങളില്ലായിരുന്നുവെങ്കിൽ എന്റെ അവസ്ഥ എന്താകുമായിരുന്നു? എന്തായാലും ഒരു ഗിഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് 3 പേർക്കും കൂടെ തരും. എനിക്ക് ഗിഫ്റ്റ് ഇല്ലേ? അപ്പോൾ ഈ ചെറുക്കൻ ശരിക്കും എന്നെ കാണുന്നില്ല എന്ന് തോന്നുന്നത്. എനിക്ക് ചിലപ്പോൾ അവൻ ഇൻവിസിബിൾ ആയതുപോലെ ഞാനും ഇൻവിസിബിൾ ആയിട്ടുണ്ടാകുമോ? എന്നെ കാണുന്നില്ല, എന്നെ കാണുന്നില്ല. എന്താടാ കാണാത്തത്? എടാ ഇക്രു, സുലൈമാനെ, എന്നെ കാണുന്നില്ലടാ, എന്നെ കാണുന്നില്ല. നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ പോയിട്ട് ആ മരുന്ന് കുടിക്കട്ടെ, എന്നാലേ എന്നെ കാണൂ. ഇവരിതെന്തൊക്കെയാ പറയുന്നത്? ആ പാച്ച കുടിച്ചതുപോലെ ഈ മരുന്ന് കുടിച്ചാൽ എന്നെ എല്ലാവർക്കും കാണാൻ പറ്റും. നിങ്ങൾ എന്നാ കളിക്കുന്നത്? എടാ, എന്നെ കാണുന്നില്ലടാ. എന്തേ?
പറയിപ്പിക്കണ്ട. ഒന്ന് വായും പൊട്ടി നടക്കുക. ഓ എന്നാൽ വേഗം വാ. പശു കരയുമ്പോൾ അവിടെ നിന്ന് കരയുന്നു. നോക്കി നിൽക്കാണ്ട് വേഗം പൂട്ട് തുളസി. ഞാൻ പൂട്ടുന്നുണ്ട്, ഇങ്ങനെ തിരക്കാക്കാതെ. എന്താ അവിടെ? എന്റെ അല്ലോ, ആ പോക്കാച്ചിയല്ലേ അത്? പോക്കാച്ചല്ല, കോക്കാച്ചി. ഇവരായിരുന്നോ? ഞാൻ വിചാരിച്ചു പ്രിൻസിപ്പൾ ആണെന്ന്. അല്ല, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? എടി തുളസി, നീ ലാബ് പൂട്ടിയോ? ആ ലാബ് ഞാൻ പൂട്ടി. ഇതാ ചാവി. ഈ ചാവിയാ? നിന്നോട് ആരാ പറഞ്ഞത് ചാവി ഇങ്ങെടുക്കാൻ? ചാവി ഡോറിൽ തന്നെ വെക്ക്. നിങ്ങൾ എന്താ പിള്ളേരെ പറഞ്ഞത്? അല്ല, നിങ്ങൾ എന്താ ഇവിടെ? അയ്യോ പ്രിൻസിപ്പൾ, സൽമാനെ ചാവി ഇതാ. എനിക്കെന്തിനാ ചാവി? എനിക്ക് പേടിയാകുന്നേ. നീ ആ ചാവി എവിടെയെങ്കിലും ഒന്ന് വെക്ക്. ഞാനിത് എവിടെ വെക്കാനാ? എടാ സൽമാനെ, കോക്കാച്ചി ഒന്നിതവിടെ പിടിക്ക്. എന്താ ഇത്? അത് പിന്നെ അതെന്റെ ബാഗിന്റെ ചാവിയാ. അതൊന്ന് അവിടെ പിടിക്ക്. ബാഗിന്റെ ചാവിയോ? നിങ്ങളൊക്കെ എന്താ ഇവിടെ? അത് പിന്നെ ഇവനോട് ചോദിച്ചോക്ക്, ഇവൻ പറഞ്ഞു തരും. എന്റോടാ? എന്താടാ ഇക്രു, നിങ്ങളൊക്കെ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ വരുമ്പോൾ ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഞാനും അത് തന്നെയാ ഇവരോട് ചോദിച്ചത്, എന്താ ഇവിടെ പരിപാടിയെന്ന്. ഇയാള് മൊത്തം കൊളമാക്കുന്ന തോന്നുന്നത്. വല്ല കുരുത്തക്കേടും ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? നിങ്ങളോടല്ലേ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്താ ഇവിടെ പരിപാടിയെന്ന്? അത് പിന്നെ ഞങ്ങൾ മൂത്രമൊഴിക്കാൻ പോയതാണ്. മൂത്രമൊഴിക്കാനോ? അതെ, ഞങ്ങൾ മൂത്രമൊഴിക്കാൻ പോയതാണ്. അല്ല, നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിട്ടാണ് മൂത്രമൊഴിക്കാൻ പോകുന്നത്? എല്ലാവരും എന്റെ പിറകിൽ തന്നെ ഉണ്ടായിരുന്നുല്ലേ? എന്ത്? ഒന്നുമില്ല പോക്രാച്ച് തവളെ. എന്തൊക്കെയോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ. സത്യം പറഞ്ഞോളണം, എന്നാ നിങ്ങൾക്ക് ഇവിടെ പരിപാടി? അത് പിന്നെ സാർ, സത്യമാണ് ഏന്റി പറഞ്ഞത്. മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് വന്നതാണ്. എന്നാൽ പറ, ആർക്കൊക്കെയാ മൂത്രമൊഴിക്കാൻ മുട്ടിയത്? അത് ദാ ഈ ഏന്റിക്കും പിന്നെ ആ സൽമാനും. എനിക്കാ? എടാ സൽമാനെ, ഒന്ന് സമ്മതിക്കടാ. ഇവിടെ നിന്നും രക്ഷപ്പെടാനാണ് അങ്ങനെ പറയുന്നത്. എന്താ സൽമാനെ, നിനക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ടില്ലേ? ഇല്ല സാർ. അയ്യോ, ഇവനെല്ലാം കുളമാക്കി. എടാ ഇക്രു, നീയല്ലേ പറഞ്ഞത് അവന് മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ടുണ്ടെന്ന്? അത് പിന്നെ സാർ. സൽമാനെ, നീ എന്തിനാണ് ഇല്ലാന്ന് പറഞ്ഞത്? അത് തന്നെ, ആ ഇക്രുവിനെ ഇപ്പോൾ സാർ വഴക്ക് പറയും. നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ ഇക്രു അങ്ങനെ പറഞ്ഞത്. അപ്പോൾ സാർ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട് ഇല്ലാന്ന് പറഞ്ഞു പോയതാ. നീ കളവ് പറയുകയാണോ? അവൻ കളവ് പറഞ്ഞതല്ല, അവനോട് പറഞ്ഞത് തെറ്റിപ്പോയതാണ്. ശരിക്കും ഈ സൽമാൻ മൂത്രമൊഴിക്കാനല്ല മുട്ടിയത്, അപ്പിയിടാനാണ്. അപ്പിയിടാനാ? പെണ്ണുങ്ങളെ, ഇങ്ങക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആണോടാ സൽമാനെ? അത് പിന്നെ അതെ സാർ. അപ്പിക്കുട്ടൻ. എന്നാൽ ഇവിടെ നിന്നും ഇങ്ങനെ തിരിഞ്ഞു നിൽക്കാതെ വേഗം പ്രോഗ്രാമുള്ള ഹാളിലേക്ക് പോട്. ഇത്ര പെട്ടെന്ന് പോയോ? കൊക്കച്ചി, നിങ്ങൾ വരൂ. ഞാൻ വരാം. ഇപ്പോഴാ രക്ഷപ്പെട്ടത്. അല്ല പെണ്ണുങ്ങളെ, നിങ്ങളോടാരാ എനിക്ക് അപ്പിയിടാൻ മുട്ടുന്നുണ്ടെന്ന് പറയാൻ പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ രക്ഷപ്പെട്ടത്. എന്നെ അപ്പിയിടിപ്പിച്ചിട്ടാണോ നിങ്ങൾ രക്ഷപ്പെടുന്നത്? ഇനി അതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട. എന്ത് വേണ്ടെന്നേ? ഈ പെണ്ണുങ്ങൾ പറഞ്ഞത് നീ കേട്ടതല്ലേ? ഞാൻ മര്യാദയ്ക്ക് നിനക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ നീ പറഞ്ഞു ഇല്ലാന്ന്. അതുകൊണ്ടല്ലേ നിനക്ക് അപ്പിയിടാൻ മുട്ടിയതായിരുന്നു എന്ന് പറഞ്ഞത്? അത് തന്നെ, അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് നീ ഇപ്പോൾ രക്ഷപ്പെട്ടത്. ഇപ്പോൾ എന്നെ നാണം കെടുത്തിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമായില്ലേ? അത് ഇത്ര വലിയ നാണക്കേടാണോ? അല്ല, അഭിമാനം. അപ്പിയിടുന്നത് ഭയങ്കര അഭിമാനമല്ലേ? അല്ല, എന്നിട്ട് ആ ലാബ് പൂട്ടിയിനോ? ലാബ് പൂട്ടിയിന്. അയ്യോ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമോ? എന്ത് പ്രശ്നം? ആ ലാബിന്റെ ചാവി ആ കോക്കാച്ചിയുടെ അടുത്താണുള്ളത്. കോക്കാച്ചിയുടെ അടുത്തോ? അതെ, അതിന്റെ ചാവി ആ കോക്കാച്ചിയുടെ അടുത്താണുള്ളത്. അയാളോട് ആ ചാവി വാങ്ങിയിട്ട് ലാബിന്റെ ഡോറിൽ തന്നെ വെക്കണം. എന്നാൽ വേഗം നടക്ക്, അയാളോട് ആ ചാവി വാങ്ങാം. ഇക്രു സൽമാൻ വലിയത്, അവരിതെവിടത്തേക്ക് ഇങ്ങനെ ധൃതിയിൽ ഓടുന്നത്? എടാ ഇക്രു, സൽമാനെ, അവർ പോയല്ലോ. ഇതെവിടത്തേക്ക് അവർ ഓടുന്നത്? വേഗം പിറകെ തന്നെ പോകാം. സൽമാനെ, എടാ ഇക്രു, എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. അതെന്തായാലും നീ അങ്ങനെ ചോദിച്ചത്?
അല്ല, നിങ്ങളൊക്കെ ഇങ്ങനെ ധൃതിയിൽ ഓടുന്നത് കണ്ടു, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അല്ല, സൽമാൻ എവിടെ? അവൻ ദാ ഇപ്പോൾ വരും. ഒരു ആവശ്യത്തിന് വേണ്ടി അങ്ങോട്ട് പോയതാ. എവിടെയാണ് അവൻ പോയത്? അത് പിന്നെ എന്താടാ? എടി, ഞങ്ങൾ ഇത്രയും സമയം എവിടെയായിരുന്നു എന്ന് നിനക്കറിയാമോ? ഇല്ല, എവിടെയായിരുന്നു? എടാ ഇക്രു, എടാ പെട്ടടാ പെട്ട്. അതിന്റെ അടുക്ക് ആരാ ഇപ്പോൾ പെറ്റത്? നിന്റെ ടീച്ചറാണോടാ? ഓ, ആരും പെറ്റ കാര്യമല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ പെട്ടു എന്നാ. എന്നാ സൽമാനെ, നീ ഒന്ന് തെളിച്ചു പറ. എടാ, ആ കോക്കാച്ചി താക്കോലും കൊണ്ട് പോയടാ. ഈ താക്കോലും കൊണ്ട് പോയെന്നോ? അയാള് താക്കോലും കൊണ്ട് പോയതിന് നിങ്ങളെന്തിനിങ്ങനെ വായും പൊളിച്ച് നിൽക്കുന്നത്? താക്കോലും കൊണ്ട് പോയാൽ മാത്രമല്ലേ അയാൾക്ക് അയാളുടെ വീട് തുറക്കാൻ പറ്റൂ. അതിന് ആ കോക്കാച്ചി വീടിന്റെ താക്കോലും കൊണ്ടല്ല പോയത്, നമ്മുടെ സ്കൂളിന്റെ ലാബിന്റെ താക്കോലും കൊണ്ടാ. ലാബിന്റെ താക്കോലോ? അതെങ്ങനെ അയാളുടെ കയ്യിലെത്തി? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ല. അയാൾ അതും കൊണ്ട് പോയതിന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ഓ, എന്റെ പെണ്ണുങ്ങളെ, നമ്മൾ കാരണമാണ് അയാളുടെ കയ്യിൽ ആ താക്കോൽ എത്തിയത്. താക്കോൽ കാണാതായതിന്റെ പിന്നിൽ നമ്മളാണെന്ന് അറിഞ്ഞാൽ നമ്മളെ ആ പ്രിൻസിപ്പിൾ വെച്ചേക്കില്ല. എന്റെ അമ്മോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാ? എടാ ഇക്രു, ഒന്ന് പറയടാ, എന്നാടാ പ്രശ്നം? അത് കുറെ ഉണ്ടടി പറയാൻ. എടി തുളസി, നീ നടന്ന കാര്യങ്ങളൊക്കെ ഇവക്ക് പറഞ്ഞു കൊടുക്ക്. അപ്പോഴത്തേക്കും ഇതിനുള്ള പരിഹാരം എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കട്ടെ. എടാ, ഇതിനെന്ത് പലഹാരാടാ ഉള്ളത്? പലഹാരല്ല, പരിഹാരം. അത് തന്നെ, മാറിപ്പോയതാ. ഇതിനൊരു പരിഹാരം മാത്രമേ ഉള്ളൂ. എന്ത് പരിഹാരം? ആ കോക്കാച്ചിയുടെ പിറകെ തന്നെ പോവുക. അതിന് അയാൾ എവിടെ? എന്തായാലും അയാൾ ഈ പരിസരത്ത് തന്നെ ഉണ്ടാകും. അയാളുടെ വീട്ടിലെത്താനുള്ള ടൈം ആയിട്ടില്ല. അയാളുടെ വീട് അതിന് ഏതോ ഒരു കാടല്ലേ? അതെ, ഏതോ ഒരു കാട്ടിലാണ് അയാൾ താമസിക്കുന്നത്. അയാൾ ആ കാട്ടിലെത്തിയാൽ പിന്നെ നിങ്ങൾക്ക് അയാളെ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനു മുന്നേ തന്നെ അയാളെ വേഗം കണ്ടുപിടിക്കണം. പാച്ചു പറഞ്ഞത് കാര്യം തന്നെയാണ്. അയാൾ കാട്ടിലെത്തും മുന്നേ അയാളെ നമ്മൾ കണ്ടുപിടിക്കണം. അയ്യോ, ഇങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. അതേടെ, ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. ഇനി എന്നാ ചെയ്യാ? എങ്ങനെയാ അയാളുടെ കയ്യിൽ നിന്നും ആ താക്കോൽ കിട്ടുക? അതെനിക്കറിയില്ല. ഇവർ എന്നാ തീരുമാനിച്ചതെന്ന് നമുക്ക് നോക്കാം. ഏടാ ഇക്രു, എന്നാൽ നമുക്ക് വേഗം അയാളെ കണ്ടുപിടിക്കാം. എന്നാൽ വേഗം സ്കൂളിൽ നിന്നും പുറത്തിറങ്ങ്. എന്തായാലും നിങ്ങളുടെ കൂടെ വരാൻ ഞാനില്ല. അതെന്താ? എനിക്ക് പേടിയാടാ. എന്റെ മമ്മി ഇതൊക്കെ അറിഞ്ഞാൽ എന്നെ വഴക്ക് പറയും. എന്നാൽ നീ വരണ്ട, ബാക്കിയുള്ളവർക്ക് പോകാം. വേഗം വരൂ, നമുക്ക് പോകാം. ഞാൻ വരുന്നില്ലട്ടോ, നിങ്ങളൊക്കെ പോട്. എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ പിന്നെ ആരൊക്കെ പോരുന്നത്? ഞാനുണ്ട്. ഞാനുമുണ്ട്. എന്നാ പിന്നെ ഞാനും ഇല്ല. അതെന്താ പിന്നെ നിങ്ങളില്ലാത്തത്? നിങ്ങളുണ്ട്. ഞാനാ? ആ, നിങ്ങളെന്നെ. എടാ, നിങ്ങൾ ഈ കാട്ടിലൊക്കെയല്ലേ പോകുന്നത്? അതിനെന്താ? അതല്ലടാ, കാട്ടിൽ മൃഗങ്ങളൊക്കെ ഉണ്ടാകില്ലേ? ഹേയ്, ഉണ്ടാകില്ല. മൃഗങ്ങൾ ഉണ്ടാകില്ലേ? പിന്നെ കാട്ടിൽ മൃഗങ്ങൾ ഉണ്ടാകില്ലേ? നിങ്ങൾ എന്തൊക്കെ കിന്നാരാ ചോദിക്കുന്നത്? കാട്ടിൽ മൃഗങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയില്ലേ? അതല്ലടാ, അപ്പോൾ അത് നമ്മളെ കടിക്കില്ലേ? ഇല്ല, അത് നിങ്ങൾക്ക് ചക്കര ഉമ്മ തരും. എന്താ ഓരോരോ കിന്നാരം ചോദിക്കുന്നത്? അല്ല, നിങ്ങൾ ഇവിടെ വഴക്കം കൂടി നിൽക്കുകയാണോ? അയാൾ കാട്ടിലെത്തും മുന്നേ നിങ്ങൾ അയാളുടെ കയ്യിൽ നിന്ന് താക്കോൽ വാങ്ങിക്കാനുള്ള വഴി നോക്ക്. ഏട്ടാ സൽമാനെ, വേഗം വാ. ഇവിടുന്ന് സംസാരിച്ചിരുന്നാൽ നമ്മുടെ സമയം പോകും. എന്നാൽ വേഗം നടക്ക്. അല്ലടാ, അങ്ങനെ പോയാൽ മതിയോ? എന്തെങ്കിലും കൊണ്ടുപോകണ്ടേ? എന്തെങ്കിലും കൊണ്ടുപോകാൻ നിങ്ങൾ ടൂർ പോകുന്നതല്ല. അതല്ലടാ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ കാട്ടിലേക്ക് പോകുന്നതല്ലേ, അപ്പോൾ കയ്യിൽ വല്ല വടിയോ കത്തിയോ എന്തെങ്കിലും കരുതണ്ടേ? വല്ല മൃഗങ്ങളും നമ്മളെ ആക്രമിച്ചാലോ? അതിന് നമ്മൾ ഇപ്പോൾ നേരെ കാട്ടിലേക്കല്ല പോകുന്നത്. അയാളെ അന്വേഷിച്ചിട്ട് റോഡിലേക്കാണ്. അയാൾ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാകും. അയാളെ പെട്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അയാളെ കണ്ടുകിട്ടിയില്ലെങ്കിലോ നമ്മൾ നാട്ടിൽ നിന്നും കാട്ടിലേക്ക് പോകും. വേഗം വാ, നമുക്ക് പോകാം. അയാൾ ഇതെവിടെ പോയി? എടാ സുലൈമാനെ, എടാ എന്താ കുഞ്ഞാമിത്ത ഇത്ര വലിയ സന്തോഷം? അയാളെ കണ്ടുകിട്ടിയോ? ഇല്ലടാ, അയാളെ കാണുന്നില്ല, അതുകൊണ്ട് ഇത്ര വലിയ സന്തോഷം. അയാളെ കാണാതെ നിൽക്കുന്നതിന് എന്തിനാ ഇത്ര വലിയ സന്തോഷം? അയാളെ കാണുന്നില്ലല്ലോ, ഇനി നമുക്ക് സമാധാനത്തോടെ നമ്മുടെ വീട്ടിലേക്ക് പോകാമല്ലോ. ആരാ എന്നോട് പറഞ്ഞത് വീട്ടിലേക്കാ പോകുന്നതെന്ന്? വീട്ടിലേക്കല്ല പോകുന്നത്, അയാളെ നോക്കിയിട്ട് നമ്മൾ കാട്ടിലേക്കാണ്. കാട്ടിലേക്കാ? ആ, കാട്ടിലേക്ക് തന്നെ. അവിടെയാണ് അയാൾ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളത് ഉറപ്പിച്ചതാണോ? ആ, അയാളെ കണ്ടുകിട്ടിയില്ലെങ്കിൽ അയാളുടെ കാട്ടിലേക്ക് നമ്മൾ പോകും. എന്നാൽ പിന്നെ ഇവിടെ കുന്തം പോലെ നിൽക്കലടാ, അയാളെ പോയി അന്വേഷിക്ക്. ആ, അത് തന്നെയാ ഞാനും പറഞ്ഞത്, പോയി അന്വേഷിക്ക്. എടാ പോക്രാച്ചി, നീ എവിടെയാടാ ഉള്ളത്? അയാളെ എവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഇനി എന്നാടാ ഇക്രു ചെയ്യാ? ഇനി അയാളെ നോക്കി അയാളുടെ കാട്ടിലേക്ക് പോകേണ്ടി വരും. അയാളുടെ കാട് എവിടെയാണെന്ന് നിനക്കറിയാമോ? ഹേയ്, അതൊന്നും അറിയില്ല, അതൊക്കെ അന്വേഷിക്കണം. എടാ അന്വേഷിക്കടാ, അന്വേഷിക്ക്. എടാ ഇക്രു, ആ കോക്കാച്ചി എവിടെയാ ഉള്ളതെന്ന് അന്വേഷിക്കടാ, അല്ലെങ്കിൽ നമ്മൾ കാട്ടിലേക്ക് പോകേണ്ടി വരും.
കാട്ടിലേക്ക് പോയാൽ നിനക്കറിയില്ലേ, അവിടെ ആനയും പുലിയും സിംഹവും ഉണ്ടാകും. സിംഹമല്ല ഏന്റി, സിംഹം. ഓ, അതെന്തെങ്കിലും ആകട്ടെ, അതൊക്കെ കൂടി നമ്മളെ ആക്രമിക്കും. അതിന് ഏന്റി, ആ കോക്കാച്ചി ഇവിടെ ഒന്നും കാണുന്നില്ല. അയാൾ എവിടെയാ പോയതെന്ന് നമുക്കറിയില്ലല്ലോ. എന്റെ അല്ലോ, അയാളെ കണ്ടില്ലെങ്കിൽ കാട്ടിലേക്ക് പോകേണ്ടി വരില്ലേ? ഏന്റി ഇങ്ങനെ പേടിക്കാതെ, നമുക്ക് അതിനുള്ള വഴി കണ്ടുപിടിക്കാം. എന്ത് വഴി? കാട്ടിലേക്ക് പോകുന്ന വഴിയാ? അതല്ല, വേറെ എന്തെങ്കിലും പോം വഴി ഉണ്ടാകില്ലേ, അത്. വേറെ ഒരു വഴിയുമില്ല. കാട്ടിലേക്ക് തന്നെ നമ്മൾ പോകണം. എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് നമുക്ക് ആ താക്കോൽ വാങ്ങണം. എന്നാൽ മാത്രമേ നമുക്ക് സ്കൂളിലേക്ക് തിരിച്ചു കയറാൻ പറ്റൂ. അതിന് ഞാൻ സ്കൂളിൽ പഠിക്കുന്നില്ലല്ലോ. നിങ്ങൾ സ്കൂളിൽ കയറുന്ന കാര്യമല്ല പറഞ്ഞത്, ഞങ്ങൾ സ്കൂളിലേക്ക് കയറുന്ന കാര്യമാ. നിങ്ങളല്ലേ സ്കൂളിലേക്ക് പോകുകയും പഠിക്കുകയും ചെയ്യുന്നത്. ഞാൻ സ്കൂളിൽ പോകുന്നുമില്ല, പഠിക്കുന്നുമില്ല. അയിനി അതല്ല, അപ്പോൾ ഞാൻ കാട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ പോയിക്കോ. എന്നിട്ട് വേണം നിങ്ങൾക്കിത് പോയിട്ട് വീട്ടിലൊക്കെ പറഞ്ഞു നടക്കാൻ. നിങ്ങളെ തനിച്ച് പുറത്തു വിട്ടാൽ നിങ്ങൾ എല്ലാം നാട്ടിൽ പറഞ്ഞു പാട്ടാക്കും. ഞാനൊന്നും പറയില്ല. നിങ്ങളൊന്നും പറയണ്ട, ഞങ്ങളുടെ കൂടെ വന്നാൽ മതി. ഞാനാ? ഞാനീ. എന്നാൽ ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് എന്താടാ സൽമാനെ, നമുക്ക് വേഗം കാട്ടിലേക്ക് പോകാനുള്ള വഴി നോക്കാം. എടാ ഇക്രു, അങ്ങനെ പറയലടാ, കാട്ടിൽ പോകണ്ട. ഏന്റി, നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി പോവുകയാണ്. നമ്മുടെ സ്കൂളിലെ ലാബിന്റെ താക്കോൽ ആ ആദിവാസി കോക്കാച്ചിയുടെ കയ്യിലാണുള്ളത്. അയാളെ കണ്ടുപിടിച്ച് അയാളുടെ കയ്യിൽ നിന്നും ആ താക്കോൽ വാങ്ങിക്കണം. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് തിരിച്ച് സ്കൂളിലേക്ക് കയറാൻ പറ്റൂ. എന്റെ അല്ലോ, ആരാടാ ആ കോക്കാച്ചിയുടെ കയ്യിൽ ഈ താക്കോൽ കൊടുത്തത്? ഈ സൽമാനാണ് അറിയാതെ ആ ആദിവാസി കോക്കാച്ചിയുടെ കയ്യിൽ താക്കോൽ കൊടുത്തത്. എടാ സുലൈമാനെ, നീ എന്തിനാടാ ആ കോക്കാച്ചിയുടെ കയ്യിൽ താക്കോൽ കൊടുത്തത്? നിനക്കെന്റെ ഈ കയ്യിൽ തന്നാൽ പോരായിരുന്നോ? ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടെന്താ, ആ സാഹചര്യത്തിൽ ഞാൻ അയാളുടെ കയ്യിൽ കൊടുത്തു. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് അയാളുടെ കയ്യിൽ നിന്നും അത് വാങ്ങണം. അതാണ് നമ്മുടെ ലക്ഷ്യം. കാട്ടിൽ പോയിട്ട് വാങ്ങണ്ടേ? അതാണ് എന്റെ പേടി. പേടിക്കുകയൊന്നും വേണ്ട ഏന്റി, ചിലപ്പോൾ ആ കാട്ടിൽ മൃഗങ്ങളൊന്നും ഉണ്ടാകില്ല. അങ്ങനെ മൃഗങ്ങളൊന്നുമില്ലാത്ത കാടുകളുണ്ടോ? മൃഗങ്ങളില്ലാത്ത കാടുകളുമുണ്ട്. ഓ, എന്നാൽ അങ്ങനത്തെ കാടായിരുന്നാൽ മതിയായിരുന്നു അത്. എന്നാൽ വേഗം വാ, രാത്രിയാകും മുന്നേ നമുക്ക് ആ കാട് കണ്ടുപിടിക്കാം. എത്ര സമയമായി നമ്മൾ അന്വേഷിക്കുന്നു, ആ കാട് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റിയില്ലല്ലോ. അത് തന്നെടാ, നടന്ന് എനിക്ക് തലവേദനയാകുന്നു. അതിന് നിങ്ങൾ തല കൊണ്ടാണോ നടക്കുന്നത്? തല കൊണ്ട് നടന്നിട്ടല്ല, ഈ വെയിൽ മുഴുവനും കൊണ്ടിട്ട് എനിക്ക് തലവേദനയാകുന്നു. എനിക്കും എന്തൊക്കെയോ ആകുന്നുണ്ട്. ആരോടാ നമ്മളൊന്ന് അന്വേഷിക്കുക ആ കാട് എവിടെയാ ഉള്ളതെന്ന്? എനിക്കറിയില്ലടാ. ആ താക്കോൽ കണ്ടുപിടിക്കാതെ തിരിച്ചു പോകാനും പറ്റില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ആരോടെങ്കിലും നമുക്ക് വഴി ചോദിച്ചാലോ? അതിനാരെയും ഇവിടെ കാണുന്നില്ലല്ലോ. എടാ ഇക്രു, ഇങ്ങനെ നിന്ന് എന്റെ കാലുവേദന വരുന്നു. എവിടെയെങ്കിലും പോയി നമുക്ക് കുറച്ചു സമയം ഇരിക്കാമിടാ. അതിന് ഇവിടെയൊന്നും ഒരു സ്ഥലവും കാണുന്നില്ല ഏന്റി. എനിക്ക് കാലുവേദനയാകുന്നു. എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണമായിരുന്നു. ഇവിടെയൊന്നും ഇരിക്കാൻ പറ്റിയ ഒരു കല്ല് പോലും ഇല്ലല്ലോ. എടാ, അങ്ങ് നോക്കി ഒരു വണ്ടി വരുന്നുണ്ട്. ഒരു ബൈക്കാണല്ലോ വരുന്നത്. അയാളോട് ചോദിച്ചു നോക്കാം ഈ കാടിനെ പറ്റി. ചേട്ടാ, നിർത്ത്. രക്ഷപ്പെട്ടു. എന്താണോ ചെറുക്ക താൻ കളിക്കുന്നത്? വണ്ടിയുടെ മുന്നിലാണോ ചാടുന്നത്? സോറി ചേട്ടാ, ഒരു കാര്യം ചോദിക്കാനായിരുന്നു. ഇങ്ങനെ വണ്ടിയുടെ മുന്നിൽ ചാടിയിട്ടാണോ കാര്യം ചോദിക്കുന്നത്? ഇവിടെ ഒരു സ്ഥലമുണ്ടല്ലോ. ഇയാൾ ഇവിടെ നിന്ന് പോകുന്നത് വരെ ഈ വണ്ടിയുടെ ബാക്കിൽ ഇരിക്കാം. ഇവിടെ കുറച്ചു സമയം ഇരിക്കാം, എന്നാൽ എന്റെ കാലുവേദന അങ്ങ് പോകും. ഇതിലൂടെ ഇരിക്കാൻ പറ്റില്ല, അപ്പുറത്തൂടെ ഇരിക്കാം. ഇവിടെ ചവിട്ടി അങ്ങ് ഇരിക്കാം. ഇതെവിടെയാ കയറി ഇരുന്നത്? എടാ, കുഞ്ഞാവിട്ട കയറി ഇരുന്നത് അവർ കണ്ടിട്ടില്ല. എടാ ഇക്രു, നീ ഇത് കണ്ടിനോ? ഞാൻ കണ്ടിനടാ, പക്ഷെ അയാൾ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് നല്ല സമാധാനമായത്. നിങ്ങൾ ചോദിച്ച ആ കാട് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ കാണും. നിങ്ങളൊരു കാടിനെ പറ്റി ചോദിച്ചില്ലേ? അത് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ കാണുമെന്ന്. എന്നാൽ പിന്നെ വേറെ സംശയമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഇനി മേലാൽ ഇങ്ങനെ ആരുടെ വണ്ടിയുടെ മുന്നിലും ചാടരുത്, മനസ്സിലായോ? എന്നാൽ പിന്നെ മുന്നിൽ നിന്ന് മാറി, ഞാൻ അങ്ങ് പോകട്ടെ. ബാക്കിലല്ല, മുന്നിലാണ് ആ കാടുള്ളത്. നേരെ മുന്നോട്ട് നടന്നോ. എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. ഇയാളുടെ പിറകിലിരുന്ന് തന്നെ അങ്ങ് വീട്ടിലോട്ട് പോകാം. അല്ലെങ്കിൽ ഈ പിള്ളേർ എന്നെ കാട്ടിലോട്ട് കൊണ്ടുപോകും. ഈ പിള്ളേർ തന്നെ കാട്ടിൽ പോകട്ടെ, ഞാൻ പോകുന്നില്ല. ഇയാളെന്താ വണ്ടിയും കൊണ്ട് പോകാത്തത്? എന്താടാ ചെറുക്ക, നിങ്ങളിത് എവിടെ കയറിയിരുന്നത്? ഇറങ്ങേ. ഒന്ന് മെല്ലെ പറയടാ, അയാൾ കേൾക്കും.
നിങ്ങളോട് ഇറങ്ങാൻ പറഞ്ഞത് അയാൾ കണ്ടാൽ പ്രശ്നമാകും. അയാൾ കാണുകയൊന്നുമില്ല, വെറും മണ്ടനാണെന്നാ തോന്നുന്നത്. അയാളല്ല മണ്ടൻ, നിങ്ങളാ മണ്ടത്തി. നിങ്ങളൊന്ന് ഇറങ്ങിയേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ പോകുന്ന കാട്ടിൽ ചിലപ്പോൾ അപകടമുണ്ടായേക്കാം. അവിടെ 2 തരത്തിലുള്ള ആളുകളാണ് താമസിക്കുന്നത്. അതിൽ ഒരു കൂട്ടം ആളുകൾ നല്ലവരാണ്, പക്ഷേ കുറച്ചുപേർ അതിൽ അപകടകാരികളുമാണ്. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അവിടെ പോകാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ചേട്ടാ, ഞങ്ങൾക്ക് അവിടെ പോകേണ്ട അത്യാവശ്യമുണ്ട്. നിങ്ങൾ പോകണമെന്ന് വാശി പിടിച്ചാൽ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് നല്ലത്. ആ ചേട്ടാ, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ഒന്ന് ഇറങ്ങ്, അയാൾ കണ്ടാൽ പ്രശ്നമാകും. ഒന്ന് പോടാ അവിടുന്ന്. ഞാൻ ഇറങ്ങിയിട്ട് വേണം നിനക്ക് എന്നെയും കൂട്ടിയിട്ട് ആ കാട്ടിലേക്ക് പോകുവാൻ, അല്ലേ? ഞാൻ വരുന്നില്ല നിങ്ങളുടെ കൂടെ കാട്ടിലേക്ക്. അവിടെയുള്ള മൃഗങ്ങളൊക്കെ എന്നെ കൊന്നുകളയും. അങ്ങനെയൊന്നും ഉണ്ടാകില്ല. നിങ്ങളൊന്ന് ഇറങ്ങ്. ഇല്ലടാ, ഞാൻ ഇറങ്ങില്ല. ഞാൻ ഇയാളുടെ കൂടെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ ശരി മക്കളെ. കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ വളരെ നന്ദിയുണ്ട് ചേട്ടാ. എന്നാൽ ഓക്കെ, ഞാൻ പോവുകയാണ്. പോല ഞാൻ മര്യാദയ്ക്ക് ഇരിക്കട്ടെ. അയ്യോ, ഇതാരാ? ഞാൻ കുഞ്ഞാമി. ഏത് കുഞ്ഞൻ? കുഞ്ഞനല്ല, കുഞ്ഞാമി. നിങ്ങൾ എന്തിനാ എന്റെ പിറകിൽ കയറിയിരുന്നത്? വീട്ടിലേക്ക് പോകുവാൻ. എന്റെ വീട്ടിൽ എന്തിനാ നിങ്ങൾ വരുന്നത്? ഞാൻ വരും. ഈ പെണ്ണുങ്ങൾക്ക് പിരാന്താന്ന് തോന്നുന്നത്. ഒന്ന് ഇറങ്ങ് പെണ്ണുങ്ങളെ. ഞാൻ ഇറങ്ങില്ല, നീ വണ്ടി എടുക്ക്. ഇല്ല, നിങ്ങൾ ഇറങ്ങ്. ഇല്ല, നീ വണ്ടി എടുക്ക്. അയ്യോ, ഈ പെണ്ണുങ്ങൾക്ക് വട്ടാണെന്നാ തോന്നുന്നത്. എടാ, ആരെങ്കിലും ഈ പെണ്ണുങ്ങളോടൊന്ന് ഇറങ്ങാൻ പറ. ഒന്ന് ഇറങ്ങ്. കുഞ്ഞാമിത്ത, ഇറങ്ങ്. ഇല്ല ഇല്ല ഇല്ല, നിങ്ങൾ ആരും ഒന്നും പറയണ്ട. ഞാൻ ഇറങ്ങില്ല. ഇത് വല്ല ശല്യമായല്ലോ. കുഞ്ഞാമിത്ത, നിങ്ങളോടല്ലേ ഇറങ്ങാൻ പറഞ്ഞത്? ഇറങ്ങ്. നീ ഒന്ന് പോട് ചേർക്ക. ഞാൻ ഇറങ്ങില്ല. ഞാൻ ഇറങ്ങിയിട്ട് വേണം നിങ്ങൾക്ക് എന്നെ കാട്ടിലേക്ക് കൊണ്ടുപോകുവാൻ, അല്ലേ? മര്യാദയ്ക്ക് ഇറങ്ങാനാ പറഞ്ഞത്. ഇല്ല ഇല്ല ഇല്ല. ഇറങ്ങ്. ഇല്ല, ഇറങ്ങ്. ഇല്ല, ഇറങ്ങാനാ പറഞ്ഞത്. ഇല്ലാന്നാ പറഞ്ഞത്. ചേട്ടൻ ഒന്നും നോക്കണ്ട, പോട്. ഈ പെണ്ണുങ്ങൾ പിറകിലിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ പോകുവാനാ? ചേട്ടൻ സ്പീഡിൽ പോട്. പെണ്ണുങ്ങൾ തനിയെ ഇറങ്ങിക്കോളും. അങ്ങനെ ഇറങ്ങുമോ? ഇല്ല, ഇറങ്ങും ചേട്ടാ. ചേട്ടൻ പോട്. ഓ, എന്നാൽ നിങ്ങൾ സൈഡിലോട്ട് നിക്ക്. പെണ്ണുങ്ങളെ, മര്യാദയ്ക്ക് ഞാൻ പറയുക, ഒന്ന് ഇറങ്ങുമോ? ഇല്ലടാ, ഞാൻ ഇറങ്ങില്ല. എത്ര പറഞ്ഞു കൊടുത്തിട്ടും ഇവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ശരിയാക്കി തരാം.